الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. നമസ്കാരക്കാർക്ക് സംഭവിക്കാവുന്ന ചില പിഴവുകൾ, ചില പോരായ്മകളെക്കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ നമസ്കാരങ്ങൾക്കും അതിൻ്റേതായ സമയങ്ങളുണ്ട്. ഒരു തുടക്കവുമുണ്ട്, അവസാനവുമുണ്ട്. ഈ സമയത്ത് തന്നെ ആ നമസ്കാരം നിർവഹിക്കേണ്ടതുണ്ട് എന്ന് നാം പറയുകയുണ്ടായി. എന്നാൽ ഒരു വ്യക്തി ഉറങ്ങിപ്പോവുകയോ മറവി കാരണം അത് വിട്ടുപോവുകയോ ചെയ്താൽ എപ്പോഴാണോ അവൻ ഓർമ്മ വരുന്നത് ആ സമയം അവനത് നമസ്കരിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ നാമ അൻ സ്വലാത്തിൻ ഔ നസിയഹ, ആരെങ്കിലും ഒരു നമസ്കാരത്തെക്കുറിച്ച്, ഒരു നമസ്കാരത്തിൽ നിന്ന് അവൻ ഉറങ്ങിപ്പോയി, അതല്ലെങ്കിൽ മറവി സംഭവിച്ചാൽ ഫൽയുസല്ലിഹ ഇദാ ദക്കറഹ, എപ്പോഴാണോ അവനത് ഓർമ്മ വരുന്നത് അപ്പോൾ അവനത് നമസ്കരിച്ചു കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. എന്നാൽ ചില ആളുകൾ അവർ ഓർമ്മ വന്നാലും നമസ്കരിക്കില്ല. എന്തു ചെയ്യും? അടുത്ത ദിവസം ആ നമസ്കാരത്തിന്റെ സമയമാകുന്നത് വരെ കാത്തിരിക്കും. അത് പാടില്ല. ഉദാഹരണമായി, ഒരാൾ ളുഹറിന് ഉറങ്ങിപ്പോയി. അങ്ങനെ അസറിന് അദ്ദേഹം എഴുന്നേൽക്കുകയാണ്. അദ്ദേഹത്തിന് ഓർമ്മ വന്നു അദ്ദേഹം ളുഹർ നമസ്കരിച്ചിട്ടില്ല എന്ന കാര്യം. പക്ഷെ അദ്ദേഹം എന്നിട്ടും ഓർമ്മ വന്നിട്ടും അത് നമസ്കരിക്കുന്നില്ല. മറിച്ച് അടുത്ത ദിവസം ളുഹറിന്റെ കൂടെ ഖളാ വീട്ടാം എന്ന ധാരണയിൽ അത് വൈകിപ്പിക്കുന്നത് കാണാം. അത് പാടില്ല. റസൂലുള്ളാഹി പറഞ്ഞത് എന്താണ്? ഉറങ്ങിയാൽ, മറവി സംഭവിച്ചാൽ എപ്പോഴാണോ ഓർമ്മ വരുന്നത് അപ്പോൾ നമസ്കരിക്കുക. അതാണ് ആ നമസ്കാരത്തിന്റെ സമയമെന്ന് അവിടുന്ന് പറഞ്ഞതായി കാണാം. അതുകൊണ്ട് ഈ ഒരു കാര്യം നമസ്കരിക്കുന്ന ആളുകൾ, ഉറങ്ങിപ്പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ മറവി മൂലം അത് നഷ്ടപ്പെടുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായി പണ്ഡിതന്മാർ പറയുകയാണ്, അത്തസാഉബു ഫി സ്വലാത്ത്, നമസ്കാരത്തിൽ കോട്ടുവായിടുക അത് നമസ്കരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത്തസാഉബു ഫി സ്വലാത്തി മിനശ് ശൈത്താൻ, നമസ്കാരത്തിൽ കോട്ടുവായിടുക എന്നുള്ളത് അത് ശൈത്താനിൽ നിന്നുള്ളതാണ്. ഫഇദാ തസാഅബ അഹദുക്കും ഫൽയക്ദിം മസ്തതാ, അതുകൊണ്ട് നിങ്ങളിൽ ആർക്കെങ്കിലും കോട്ടുവാ വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് കഴിയുന്നത്ര അടക്കി പിടിക്കണം എന്നവിടുന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് കോട്ടുവാ എന്നുള്ളത് അത് പിശാചിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് കോട്ടുവാഴുന്ന സന്ദർഭത്തിൽ അത് കഴിയുന്നതും അടക്കി പിടിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമസ്കാരത്തിൽ ചില ആളുകൾ ഒച്ചത്തിൽ കോട്ടുവായിടുന്ന സമയത്ത് അട്ടഹസിക്കുന്നതായി കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഇദാ ഖാല ഹാ, കോട്ടുവായിടുമ്പോൾ ഒച്ചത്തിൽ അങ്ങനെ ഒച്ചയുണ്ടാക്കിയാൽ വഹിക മിൻഹു ശൈത്താൻ, ശൈത്താൻ അവനെ കണ്ട് ചിരിക്കുന്നതാണ്. അവന്റെ ആ പ്രവർത്തനം കണ്ട് ശൈത്താൻ ചിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ. കാരണം കോട്ടുവായിടുന്നത് എപ്പോഴാണ്? അലസനായി, മടിയനായി കഴിയുന്ന സന്ദർഭത്തിലാണ് കോട്ടുവാ വരുന്നത്. അങ്ങനെ ഒരു വ്യക്തി അവൻ മടിയനായി, അലസനായി കഴിയുമ്പോൾ സ്വാഭാവികമായും അവൻ അള്ളാഹുവിൽ നിന്നുള്ള ഇബാദത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നവനായിരിക്കും. വയറൊക്കെ നിറച്ച് അങ്ങനെ അലസനായി കഴിയുന്ന സന്ദർഭത്തിലാണ് കോട്ടുവാ വരിക. അങ്ങനെ അവൻ ഒച്ചത്തിൽ കോട്ടുവായിടുമ്പോൾ ഇത് കാണുമ്പോൾ പിശാചിന് സന്തോഷമാണ്. അതുകൊണ്ട് അവൻ ചിരിക്കുമെന്ന്, അതാണ് ചിരിക്കാനുള്ള കാരണമെന്ന് പണ്ഡിതന്മാർ ഇതിന്റെ വിശദീകരണത്തിൽ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് തന്നെ കോട്ടുവാ വരുന്ന സന്ദർഭത്തിൽ അടക്കി പിടിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുന്നതിന് പ്രത്യേക തെളിവുകളൊന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നുകൂടി മനസ്സിലാക്കുക. അടുത്തതായി പണ്ഡിതന്മാർ പറയുകയാണ്, അസ്സലാത്തു ഇൻദ ഹദറത്തിസ് തആം, ഭക്ഷണം മുന്നിൽ വെച്ചിരിക്കെ, അല്ലെങ്കിൽ ഭക്ഷണം ഒരുക്കി വെച്ചിരിക്കെ, അതല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ആ സന്ദർഭത്തിൽ നമസ്കരിക്കാൻ പോവുക എന്നുള്ളത് അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ കാന അഹദുക്കും അല ത്വആം, നിങ്ങളിൽ ഒരാൾ ഭക്ഷണത്തിലായിരിക്കുമ്പോൾ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഫലാ യഅജൽ ഹത്താ യഖ്ദിയ ഹാജതഹു മിൻ, അവൻ എന്താക്കേണ്ടതില്ല, ധൃതി കാണിക്കേണ്ടതില്ല. അവൻ ആവശ്യമുള്ളത് അവൻ കഴിച്ചുകൊള്ളുക, ധൃതി കാണിക്കേണ്ടതില്ല. വ ഇൻ ഉഖീമത്തിസ് സ്വലാത്ത്, നമസ്കാരത്തിന് ഇഖാമത്ത് വിളിക്കപ്പെട്ടാലും. കാരണം അവൻ ധൃതി കാണിച്ച് നമസ്കാരത്തിലേക്ക് ഓടിപ്പോയാൽ അവന്റെ ചിന്ത മുഴുവൻ എവിടെയായിരിക്കും? ഭക്ഷണത്തെ കുറിച്ചായിരിക്കും, അവന്റെ വിശപ്പിനെ കുറിച്ചായിരിക്കും അവന്റെ ചിന്തകൾ മുഴുവൻ. അതുകൊണ്ട് തന്നെ അവൻ ആവശ്യമുള്ളത് അവൻ കഴിച്ചുകൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. മറ്റൊരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞതായി കാണാം,
ലാ സ്വലാത ബിഹദ്റത്തി ത്വആം. ഭക്ഷണം മുന്നിൽ ഒരുക്കി വെക്കപ്പെട്ടാൽ പിന്നീട് നമസ്കാരമില്ല. അതുപോലെ വലാ ഹുവ യുദാഫിഉഹുൽ അഖ്ബസാൻ. ഒരു നമസ്കരിക്കുന്ന വ്യക്തി, അവന് അഖ്ബസാൻ എന്ന് പറഞ്ഞാൽ മലവും മൂത്രവുമാണ്. അത് രണ്ടും ശക്തമായി അതിനാവശ്യമുണ്ടായിരിക്കെ അതിനെ തടഞ്ഞു വെച്ചുകൊണ്ട്, അത് പിടിച്ചു വെച്ചുകൊണ്ട് അവനെന്താക്കേണ്ടതില്ല, നമസ്കരിക്കേണ്ടതില്ല. അങ്ങനെ നമസ്കാരമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. കാരണം എന്താണ്? അവന്റെ ചിന്തകൾ അത് നമസ്കാരത്തിൽ ലഭിക്കുകയില്ല. അതുകൊണ്ട് അവന്റെ നമസ്കാരം അത് പൂർണ്ണമാവുകയില്ല എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. ഭക്ഷണവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അൻ യകൂന ത്വആമു ഹാദിറൻ. ഭക്ഷണം എന്തായിരിക്കണം? അത് വിളമ്പിയിട്ടുണ്ടാവണം, അവിടെ മുൻപിൽ ഉണ്ടായിരിക്കണം. അതല്ലാതെ ഭക്ഷണം അടുപ്പത്ത് വെച്ചിട്ടേ ഉള്ളൂ, അത് പാചകം ചെയ്യുന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്തില്ല, നമസ്കാരം ഒഴിവാക്കാനുള്ള അല്ലെങ്കിൽ ജമാഅത്ത് നമസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഇളവില്ല. അതുപോലെ അൻ യകൂന മാ യുഹിബ്ബുഹു ഔ യസ്തഹി. അവന് കഴിക്കാൻ ഇഷ്ടമുള്ള ഭക്ഷണമായിരിക്കണം, അതല്ലെങ്കിൽ അവന് അതിലേക്ക് ആവശ്യമുണ്ട്, അവന് വിശപ്പുള്ളവനാണ്. അങ്ങനെയാകുമ്പോഴാണെന്ത്, അവൻ ആ ഭക്ഷണത്തിലേക്ക് മുന്തിക്കേണ്ടത്. അതുപോലെ അൻ യകൂന ഖാദിറൻ അലാ തനാവുലിഹി ഹിസ്സൻ ഔ ശർഅ. ആ ഭക്ഷണം കഴിക്കാൻ അവൻ എന്തായിരിക്കണം, അതിന് കഴിവുണ്ടായിരിക്കണം. അത് ദീനിയായിട്ടും അതല്ലെങ്കിൽ അവന് ശാരീരികമായും കഴിവുള്ളവനായിരിക്കണം. കഴിവില്ലാത്ത, ചലിക്കാൻ കഴിയാത്ത ഒരാളാണെങ്കിൽ അവനെ സംബന്ധിച്ച് എന്തില്ല, ഇത് ചർച്ച വരുന്നില്ല. അതുപോലെ ഒരു വ്യക്തി, അവന് നോമ്പാണെന്ന് വിചാരിക്കുക, റമദാനിൽ നോമ്പാണ്, ഉച്ചക്ക് നല്ല ഭക്ഷണം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അവന് വിശപ്പുണ്ട്, പക്ഷേ അവനെന്താക്കാൻ പറ്റില്ല, കഴിക്കാൻ പറ്റില്ല. അവിടെ കഴിക്കാനുള്ള തടസ്സമുണ്ട്, നോമ്പ് എന്ന കാരണം കൊണ്ട് അവനത് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഈ നിബന്ധനകളൊക്കെ പാലിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോഴാണെന്ത്, നമസ്കാരത്തിന് മുൻപ് ആ ഭക്ഷണം കഴിക്കാനുള്ള അനുമതി അവിടെ ലഭിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, എപ്പോഴും എന്താക്കരുത്, നമസ്കാരത്തിന് മുൻപ് അത് ജമാഅത്തിന് ഒരു മാറി നിൽക്കാൻ ഉള്ള കാരണമായി ആ സമയത്ത് തന്നെ നമ്മൾ എന്താക്കേണ്ടതില്ല, ഭക്ഷണം എടുത്തു വെക്കേണ്ടതില്ല. അത് മനഃപൂർവ്വം അങ്ങനെ കരുതിക്കൂട്ടി ചെയ്യരുത്. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് തർക്കു സ്വലാത്തി സുനനിർ റാത്തിബ. സുന്നത്ത് നമസ്കാരങ്ങൾ, റാത്തിബത്തു സുനനുർ റവാത്തിബ്, അത് ഒഴിവാക്കുക, അത് പൂർണ്ണമായും ഉപേക്ഷിക്കുക എന്നുള്ളത് നമസ്കാരക്കാരിൽ കണ്ടുവരുന്ന ഒരു കുറവായി, പോരായ്മയായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. സുനനുർ റവാത്തിബ് എത്ര റക്അത്ത് നമസ്കാരമാണ്? 12 റക്അത്ത് നമസ്കാരമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അവരോട് റസൂലിന്റെ സുന്നത്ത് നമസ്കാരത്തെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അവർ പറയുകയാണ്, കാന യുസല്ലി ഫീ ബൈതി ഖബ്ല അദ്ദുഹ്രി 4. റസൂലുള്ളാഹി എന്റെ വീട്ടിൽ വെച്ച് ദുഹ്റിന് മുൻപ് 4 റക്അത്ത് നമസ്കരിക്കും. സുമ്മ യഖ്റുജു ഫയുസല്ലി ബിന്നാസ്. എന്നിട്ട് പള്ളിയിലേക്ക് പോയി ജനങ്ങളുടെ കൂടെ ദുഹ്ർ നമസ്കരിക്കും. സുമ്മ യദ്ഖുലു ഫയുസല്ലി റക്അതൈൻ. എന്നിട്ട് എന്റെ അടുക്കൽ വന്നിട്ട് വീണ്ടും 2 റക്അത്ത് നമസ്കരിക്കും. അപ്പോൾ ദുഹ്റിന് മുൻപ് 4, ദുഹ്റിന് ശേഷം 2, 6 റക്അത്തായി. പിന്നെ പറയുകയാണ്, വകാന യുസല്ലി ബിന്നാസിൽ മഗ്രിബ്. ഇനി റസൂലുള്ളാഹി ജനങ്ങളുടെ കൂടെ മഗ്രിബ് നമസ്കരിക്കും, ഇമാമായി നേതൃത്വം നൽകും. സുമ്മ യദ്ഖുലു ഫയുസല്ലി റക്അതൈൻ. എന്നിട്ട് മഗ്രിബ് നമസ്കാരത്തിന് ശേഷം എന്റെ അടുക്കൽ വരികയും എന്നിട്ട് 2 റക്അത്ത് നമസ്കരിക്കും. അപ്പോൾ 8 റക്അത്തായി. പിന്നെ വയുസല്ലി ബിന്നാസി അൽ ഇശാ. ജനങ്ങളുടെ കൂടെ ഇശാ നമസ്കരിക്കും ജമാഅത്തായിട്ട്. വയദ്ഖുലു ബൈതി ഫയുസല്ലി റക്അതൈൻ. ഇശായിന് ശേഷം 2 റക്അത്ത് നമസ്കരിക്കും. അപ്പോൾ 10 റക്അത്തായി. പിന്നെ സുബ്ഹിനെ കുറിച്ച് പറയുകയാണ്, വകാന ഇദാ ത്വലഅ അൽ ഫജ്റു സല്ല റക്അതൈൻ. ഫജ്ർ ആയാൽ 2 റക്അത്ത് നമസ്കരിക്കും. അപ്പോൾ മൊത്തം 12 റക്അത്ത് നമസ്കാരങ്ങൾ. ഇതാണ് സുനനുർ റവാത്തിബ് എന്ന് പറയുന്നത്. ഇത് നാം എന്താക്കണം, പതിവാക്കേണ്ട കാര്യമാണ്, ശീലമാക്കേണ്ട കാര്യമാണ്. പറയുന്ന ഞാനും കേൾക്കുന്ന നാം ഓരോരുത്തരും നമ്മൾ സ്വയം വിചാരണ ചെയ്യുക, ഇതിനെക്കുറിച്ച് നാം എത്രത്തോളം ഇത് മുറുകെ പിടിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. മഹദിയായ ഉമ്മു ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ, അവിടുന്ന് പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അവർ പറയുന്നു, മാ മിൻ അബ്ദിൻ മുസ്ലിമിൻ യുസല്ലി ലില്ലാഹി കുല്ല യൗമിൻ 12 റക്അതൻ തതവ്വുഅ ഗൈറ ഫരീളത്തിൻ. ഫർദ് നമസ്കാരങ്ങൾക്ക് പുറമെ 12 റക്അത്ത് നമസ്കാരം എല്ലാ ദിവസവും ഒരടിമ അള്ളാഹുവിന് വേണ്ടി നിർവഹിക്കുകയാണെങ്കിൽ, അവൻ നമസ്കരിക്കുകയാണെങ്കിൽ, ഇല്ലാ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. അള്ളാഹു അവന് സ്വർഗത്തിൽ ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കുന്നതാണ്, അള്ളാഹു പണിത് കൊടുക്കുന്നതാണ് എന്ന് അവർ പറഞ്ഞതായിരിക്കണം. അത്രയും ശ്രേഷ്ഠതയുള്ള കാര്യമാണ് സുനനുർ റവാത്തിബ് എന്നുള്ള കാര്യം. ഇനി ഈ റവാത്തിബ് നമസ്കാരങ്ങൾ, ഈ 12 റക്അത്തിന് പുറമെയും ചില റക്അത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് ഒരു ഹദീസിൽ പറഞ്ഞതായി കാണാം, മൻ ഹാഫള
على 4 قبل الظهر و4 بعدها حرمه الله على النار. ആരെങ്കിലും ളുഹറിന് മുൻപും ളുഹറിന് ശേഷവും 4 റക്അത്ത് പതിവാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മേൽ നരകം ഹറാമാക്കുന്നതാണ്, നിഷിദ്ധമാക്കുന്നതാണ് എന്ന് അവിടുന്ന് പഠിപ്പിച്ചതായി കാണാം. അപ്പോൾ ളുഹറിന് മുൻപ് 4ഉം ളുഹറിന് ശേഷം 2ഉം അതായിരുന്നു റവാത്തിബിൽ നമ്മൾ പറഞ്ഞത്. എന്നാൽ ആ 2ന്റെ കൂടെ ഒരു 2 കൂടി വർദ്ധിപ്പിച്ചാൽ എന്തായി? ഈ പറയപ്പെട്ട പ്രതിഫലം അവിടെ ലഭിക്കുന്നതാണ്. അതുപോലെ റസൂലുള്ളാഹി മറ്റൊരു ഹദീസിൽ പറഞ്ഞു, റഹിമല്ലാഹു റഅൻ സല്ല 4 ഖബല അൽ-അസ്ർ. അസ്റിന് മുൻപ് 4 റക്അത്ത് നമസ്കരിക്കുന്ന അടിമയെ അല്ലാഹു അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു അവനോട് റഹ്മത്ത് ചെയ്തിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിൽ പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ റസൂലുള്ളാഹി പറയുകയാണ്, സല്ലു ഖബല സ്വലാത്തിൽ മഗ്രിബ്. 3 തവണ അവിടുന്ന് പറയുകയാണ്, മഗ്രിബിന് മുൻപ് നിങ്ങൾ നമസ്കരിച്ചു കൊള്ളുക. എന്നിട്ട് 3ാമത്തെ തവണ പറഞ്ഞു, ലിമൻ ശാഅ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകൾ. അഥവാ അത് നിർബന്ധമല്ല. അപ്പോൾ ആദ്യം നിങ്ങൾ നിസ്കരിക്കൂ എന്ന് കൽപ്പിക്കുകയാണ്. എന്നിട്ട് ലിമൻ ശാഅ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകൾ അത് നിർവഹിച്ചു കൊള്ളുക. അത് അതല്ല, നിർബന്ധമല്ല. ഇത് പണ്ഡിതന്മാർ പ്രത്യേകമായി ഉണർത്താനുള്ള കാരണം, ചില ആളുകൾ അവർ ധരിച്ചിരിക്കുന്നത് മഗ്രിബിന് മുൻപ് എന്തില്ല, സുന്നത്ത് നിസ്കാരമില്ല എന്നുള്ളതാണ്. അപ്പോൾ മഗ്രിബ് ബാങ്ക് കഴിഞ്ഞാൽ ഇഖാമത്ത് വരെ വെറുതെ ഇരിക്കും, അല്ലെങ്കിൽ വെറുതെ നിൽക്കും. അങ്ങനെയല്ല, മഗ്രിബിന് മുമ്പ് എന്തുണ്ട്? 2 റക്അത്ത് നമസ്കാരമുണ്ട്, സുന്നത്തുണ്ട്. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അവിടുന്ന് പറയുകയാണ്, സഹാബത്ത് അത് നിർവഹിക്കാറുണ്ടായിരുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, ബൈന കുല്ലി അദാനൈനി സ്വലാത്തുൻ, എല്ലാ 2 ബാങ്കിനുമിടയിലും അദാനിനുമിടയിലും നമസ്കാരമുണ്ട്. ഒന്നാമത്തേത് നമസ്കാരത്തിന് വിളിക്കുന്ന ബാങ്ക്, രണ്ടാമത്തേത് ഇഖാമത്തിനും അദാൻ എന്ന് പ്രയോഗിക്കും. അപ്പൊ ഈ 2 ബാങ്കുകൾക്കിടയിൽ എന്തുണ്ട്? അദാനിനിടയിൽ നമസ്കാരമുണ്ട്. റസൂലുള്ളാഹി അത് ആവർത്തിച്ച് പറയുകയാണ്. എന്നിട്ട് 3ാമത് റസൂലുള്ളാഹി പറഞ്ഞു, ലിമൻ ശാഅ, ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് എന്താക്കാം? എല്ലാ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ നമസ്കരിക്കാം. അതുകൊണ്ട് മഗ്രിബിന് മുൻപ് 2 റക്അത്ത് നമസ്കരിക്കുന്ന ആളുകളെ വിലക്കുന്നവരുണ്ട്. അതെന്തല്ല, അത് ശരിയല്ല. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, കാന അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ അദ്ദന അൽ-മുഅദ്ദിനു ബിൽ മഗ്രിബി ഇബ്തദറു അസ്-സവാരി യുസല്ലൂന റക്അതൈനി ഖബ്ല അൽ-മഗ്രിബ്. അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മഗ്രിബിന് വേണ്ടി ബാങ്ക് വിളിക്കപ്പെട്ടാൽ സഹാബികളൊക്കെ എന്ത് ചെയ്യും? തൂണിന്റെ പിറകിലേക്ക് അവർ ദൃഢപ്പെട്ടു പോകും. ഓരോരുത്തരും മത്സരിക്കും തൂണിന്റെ പിറകിൽ നിൽക്കാൻ വേണ്ടി. എന്തിനു വേണ്ടിയിട്ടാണ്? മഗ്രിബിന് മുൻപുള്ള 2 റക്അത്ത് നിസ്കരിക്കുന്നതിന് വേണ്ടി. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫയജീഉൽ ജാഇ ഫയദുന്നു അന്നഹും ഖദ് സല്ലു മക്തൂബ. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് കുറച്ച് കഴിഞ്ഞ് വരുന്ന ആൾ അവർ ഇവരെ കാണുമ്പോൾ എന്ത് വിചാരിക്കും? മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട്, എല്ലാവരും മഗ്രിബിന് ശേഷമുള്ള സുന്നത്താണ് നമസ്കരിക്കുന്നത് എന്ന് തോന്നിപ്പോകും. അതുപോലെ എല്ലാവരും എന്താണ് ആ സുന്നത്ത് നമസ്കാരത്തിൽ അവർ മത്സരിക്കാറുണ്ടായിരുന്നു എന്ന് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം. ഇനി ഈ റവാത്തിബ് നമസ്കാരവുമായി ബന്ധപ്പെട്ട് അതിന്റെ കൂടെ പണ്ഡിതന്മാർ ചേർത്ത് പറയുകയാണ്, തർക്കു സ്വലാത്തിൻ നവാഫിലി ഫിൽ ബൈത്ത്. വീട്ടിൽ വെച്ച് സുന്നത്ത് നമസ്കാരങ്ങൾ അത് പൂർണ്ണമായും ഉപേക്ഷിക്കുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ളൊരു സ്വഭാവം, പ്രവണത നമ്മിലുണ്ടായിക്കൂടാ. സുന്നത്ത് നമസ്കാരങ്ങൾ അത് വീട്ടിൽ വെച്ച് നമസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫസല്ലു അയ്യുഹന്നാസു ഫീ ബുയൂതികും, ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വെച്ച് നമസ്കരിച്ചു കൊള്ളുക. എന്നിട്ട് പറയുകയാണ്, ഫഇന്ന അഫ്ളലസ് സ്വലാത്തി സ്വലാത്തുൽ മർഇ ഫീ ബൈതിഹി, ഒരു വ്യക്തി നമസ്കരിക്കുന്ന നമസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അവന് വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നതാണ്. ഇല്ലൽ മക്തൂബത, ഫർള് നമസ്കാരം ഒഴികെ. ഫർള് നമസ്കാരം എവിടെ നമസ്കരിക്കണം? പുരുഷന്മാരായ ആളുകൾ എവിടെ നിന്നാണോ ബാങ്ക് വിളിക്കുന്നത് അവിടെ പോയി തന്നെ നമസ്കരിക്കൽ അവരുടെ മേൽ നിർബന്ധമാണ്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി പറയുകയാണ്, സ്വലാത്തുൽ മർഇ ഫീ ബൈതിഹി അഫ്ളലു മിൻ സ്വലാത്തിഹി ഫീ മസ്ജിദി ഹാദാ. റസൂലുള്ളാഹി പറയുകയാണ്, മദീനത്തെ പള്ളിയിൽ വെച്ചാണ് പറയുന്നത്, ഈ പള്ളിയിൽ നമസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഒരു വ്യക്തി അവന്റെ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നത്. ഇല്ലൽ മക്തൂബ, ഫർള് ഒഴികെ. അഥവാ സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നമസ്കരിക്കുക എന്നത് അത് മദീനയിലെ പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞതായി കാണാം. അതുകൊണ്ട് ഇതിൽ എല്ലാ സുന്നത്ത് നമസ്കാരവും പെടും, ചില നമസ്കാരങ്ങൾ ഒഴികെ. ചില സുന്നത്ത് നമസ്കാരങ്ങൾ എങ്ങനെയാണ്? അത് സംഘടിതമായി നമസ്കരിക്കേണ്ട നമസ്കാരങ്ങളുണ്ട്. ഈദ് നമസ്കാരം, അതുപോലെ സലാത്തുൽ ഖുസൂഫ്, സൂര്യ ചന്ദ്രഗ്രഹണ നമസ്കാരം, അതുപോലെ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ തഹിയ്യത്ത് നിസ്കാരം, അതിനൊക്കെ പള്ളിയിൽ തന്നെ വരണം. എന്നാൽ അതല്ലാത്ത നമസ്കാരങ്ങളുണ്ട്, അതെല്ലാം വീട്ടിൽ വെച്ച് നമസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്
എന്നാണ് ഈ ഹദീസുകളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. എന്താണ് അതിനുള്ള കാരണം? എന്താണ് വീട്ടിൽ വെച്ച് നമസ്കരിക്കണം എന്ന് പറയാനുള്ള കാരണം? എന്താണ്? വീട്ടിൽ വെച്ച് നമസ്കരിക്കുമ്പോൾ ആളുകൾ കാണുന്നില്ല, അവരുടെ ശ്രദ്ധയിൽ നിന്ന് നമ്മൾ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഇഖ്ലാസ് ഉണ്ടാവും. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നമ്മുടെ റിയാ കടന്നു വരികയില്ല, അല്ലെങ്കിൽ അവർ എന്നെ പ്രശംസിക്കണം, എന്നെക്കുറിച്ച് നല്ലത് പറയണം എന്നുള്ള ചിന്തകൾ കടന്നു വരികയില്ല. അതുപോലെ നമ്മുടെ വീട്ടിൽ ഒരു ബറക്കത്ത് ഉണ്ടാവാൻ അത് ഈ നമസ്കാരം കൊണ്ട് സാധിക്കുന്നതാണ്. അതുപോലെ റഹ്മത്തിന്റെ മലക്കുകൾ വീട്ടിലുണ്ടാകും, പിശാചുക്കൾ ഓടിയകലും. ഇതെല്ലാം പണ്ഡിതന്മാർ അതിന്റെ കാരണമായി അവിടുന്ന് പറഞ്ഞതായി കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇജ്അലൂ ഫീ ബുയൂതികും മിൻ സ്വലാത്തികും, നിങ്ങളുടെ നമസ്കാരങ്ങളിൽ വെച്ച് ചിലത് വീട്ടിൽ വെച്ച് നിസ്കരിക്കുക. അത് സുന്നത്ത് നിസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, വലാ തത്തഖിദൂഹാ ഖുബൂറ, നിങ്ങളുടെ വീടുകളെ ഖബറുകളാക്കരുത്, ഖബർസ്ഥാൻ പോലെ ആക്കാൻ പാടില്ല. ഈ ഹദീസിൽ നിന്ന് എന്ത് മനസ്സിലായി? ഖബർസ്ഥാൻ എന്ന് പറയുന്നത് എന്തല്ല? ഇബാദത്തുകൾ നിർവഹിക്കാനുള്ള സ്ഥലമല്ല. ഖബറിന്റെ അടുത്ത് പോയി നിസ്കരിക്കുക, അവിടെ തവാഫ് ചെയ്യുക, അവിടെ സുജൂദ് ചെയ്യുക, ഇതൊക്കെ വിലക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ വീട്ടിൽ വെച്ച് നിങ്ങൾ നിസ്കരിക്കണം. നിങ്ങൾ വീടിനെ എന്താക്കരുത്? ഖബറുകളാക്കരുത്, അഥവാ ഇബാദത്തൊന്നുമില്ലാത്ത ഒരു സ്ഥലമാക്കി നിങ്ങൾ മാറ്റരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് കൽപ്പിക്കുകയാണ്, അവിടുന്ന് പറയുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഇദാ ഖവാ അഹദുക്കും അസ്സലാത ഫീ മസ്ജിദിഹി, നിങ്ങളിൽ ആരെങ്കിലും മസ്ജിദിലുള്ള നിങ്ങളുടെ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ഫൽയജ്അൽ ലിബൈതിഹി നസീബൻ മിൻ സ്വലാത്തിഹി, അവന്റെ നമസ്കാരത്തിൽ നിന്ന് അതിന്റെ ചില ഓഹരി അവന്റെ വീട്ടിൽ വെച്ച് അവൻ മാറ്റിവെക്കേണ്ടതുണ്ട്, ആ വീട്ടിലേക്ക് അവൻ മാറ്റിവെക്കേണ്ടതുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഫഇന്നല്ലാഹ ജാഇലുൻ ഫീ ബൈതിഹി മിൻ സ്വലാത്തിഹി ഖൈറാ, നിന്റെ നമസ്കാരം കൊണ്ട് നിന്റെ വീട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അത് മുഖേന ധാരാളം നന്മകൾ, ഖൈറുകൾ അല്ലാഹു നൽകുന്നതാണ്, നിശ്ചയിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നമ്മുടെ മക്കളിൽ, നമ്മുടെ റിസ്കിൽ, നമ്മുടെ ആയുസ്സിൽ അതിലൊക്കെ ബറക്കത്ത് ലഭിക്കാൻ നമ്മൾ എന്താക്കണം? സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നമസ്കരിക്കുവാൻ ശ്രദ്ധിക്കുക. നമ്മളൊക്കെ എത്ര കാലമായി സുന്നത്ത് നമസ്കരിക്കുന്നു? നമ്മുടെ വീട്ടിൽ വെച്ച് നമ്മൾ നമസ്കരിക്കാറുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. അതുകൊണ്ട് ഈ ഒരു സുന്നത്ത് അത് നടപ്പിലാക്കുകയും നമ്മുടെ വീടുകൾ അത് അല്ലാഹുവിനെ കൊണ്ടുള്ള ഇബാദത്തുകൾ കൊണ്ട്, ദിക്റുകൾ കൊണ്ട് എപ്പോഴും ജീവസുറ്റതാക്കുവാൻ നാം പരിശ്രമിക്കുക. റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരും, ആ വീട്ടിലുള്ള ആളുകൾക്ക് വേണ്ടി അവർ ഇസ്തിഗ്ഫാർ പറയും. അതുപോലെ പിശാചുക്കൾ ഓടിയകലും. അതിനൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാരണമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഇനി നമ്മൾ റവാത്തിബ് നമസ്കാരങ്ങൾ പറഞ്ഞു. 5 ഫർദ് നമസ്കാരങ്ങൾക്ക് പിറകിലായി അതല്ലെങ്കിൽ അതിന് മുൻപായി നിർവഹിക്കുന്ന നമസ്കാരങ്ങൾ, അതിനാണ് സുനനുർ റവാത്തിബ് എന്ന് പറയുക. ഇത് നമസ്കരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യം അവർ പറഞ്ഞതായി കാണാം. ഒരാൾ ഫർദ് നമസ്കരിച്ചു കഴിഞ്ഞു, അവൻ ഫർദ് നമസ്കാരം കഴിഞ്ഞ തൊട്ടുടനെ സുന്നത്ത് നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്, മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഫഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അമറനാ ബിദാലിക്, റസൂലുള്ളാഹി ഞങ്ങളോട് അത് കൽപ്പിച്ചിരിക്കുന്നു. എന്താണ് കൽപ്പിച്ചിരിക്കുന്നത്? അല്ലാ തുവാസില സ്വലാത്തുൻ ബിസ്വലാത്തിൻ ഹത്താ നതകല്ലമ ഔ നഖ്റുജ്, നിങ്ങൾ ഒരു നമസ്കാരത്തെ മറ്റൊരു നമസ്കാരവുമായി എന്താക്കരുത്? ബന്ധിപ്പിക്കാൻ പാടില്ല. ഏതുവരെ? ഞങ്ങൾ സംസാരിക്കുകയോ അല്ലെങ്കിൽ നമസ്കരിച്ച സ്ഥലത്ത് നിന്ന് പുറത്തു പോവുകയോ ചെയ്യുന്നത് വരെ. ഇപ്പോൾ ഒരു വ്യക്തി ഫർദ് നമസ്കരിച്ചു കഴിഞ്ഞു, എന്നിട്ട് അവന് സുന്നത്ത് നമസ്കരിക്കണം എന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യണം? ഒന്നുകിൽ ആ നിസ്കാരത്തിന് മുമ്പ് അദ്കാറുകൾ പറയുക, അതല്ലെങ്കിൽ മറ്റ് സംസാരങ്ങൾ നടത്തിയാലും എന്താണ് അത് ആ നമസ്കാരങ്ങൾക്കിടയിലുള്ള ഒരു വിടവാണ്. ഇനി ആ ഫർദ് അദ്കാറുകൾ ചൊല്ലുന്നില്ല എങ്കിൽ അവൻ എന്ത് ചെയ്യണം? ആ ഫർദ് നമസ്കരിച്ച സ്ഥലത്ത് നിന്ന് മാറി നമസ്കരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. കാരണം ഒരു നമസ്കാരം എന്താക്കരുത്? മറ്റു നമസ്കാരവുമായി ബന്ധിപ്പിക്കരുത്. അതിനിടയിൽ ഒരു വിടവ് വേണം. അതിൽ ഒന്നുകിൽ സംസാരമാകണം, അതല്ലെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് മാറി എഴുന്നേൽക്കുക. അതാണ് അതിന്റെ രൂപമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം ഫർദ് നമസ്കാരം അത് വേറെയാണ്, സുന്നത്ത് വേറെയാണ്. രണ്ടിനെയും വേർതിരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇമാമുമാർ അവരിത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു ഇമാം അദ്ദേഹം ഫർദ് നിസ്കാരം കഴിഞ്ഞു, തൊട്ടുടനെ അദ്ദേഹം എഴുന്നേറ്റ് വീണ്ടും നമസ്കരിക്കുമ്പോൾ പിറകിലുള്ള ആളുകൾ അവർ തെറ്റിദ്ധരിക്കും. ഇമാമ് ഒരു റക്അത്ത് മിസ്സായിട്ടുണ്ടോ, മറന്നുപോയിട്ടുണ്ടോ എന്ന് വിചാരിച്ച് പിറകിലുള്ള ആളുകളും ചിലപ്പോൾ നമസ്കരിച്ചെന്ന് വന്നേക്കാം. അതുകൊണ്ട് ഇമാമുമാർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് നമുക്ക് ഇതിന്റെ വിശദീകരണങ്ങളിൽ കാണാം. അതുപോലെ പണ്ഡിതന്മാർ പറയുകയാണ്, സ്ത്രീകൾ, വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്ന സ്ത്രീകൾ അവർ നമസ്കരിക്കും, ളുഹ്ർ നമസ്കരിക്കും, എന്നിട്ട് അതേ മുസല്ലയിൽ തന്നെ അവർ വീണ്ടും സുന്നത്ത് നമസ്കരിക്കും.
ആ സമയത്ത് അവർ ശ്രദ്ധിക്കണം. സുന്നത്ത് നമസ്കരിക്കുമ്പോൾ ഒന്നുകിൽ എന്ത് ചെയ്യണം? സുന്നത്തിന് മുൻപായി ദിക്റുകൾ ചൊല്ലണം, അതല്ലെങ്കിൽ മറ്റ് സംസാരങ്ങൾ ഏർപ്പെടണം. അങ്ങനെയാണെങ്കിൽ ആ സ്ഥലത്ത് വെച്ച് നമസ്കരിക്കുന്നതിന് എന്തില്ല? വിരോധമില്ല. ഇനി ദിക്റ് ചൊല്ലുന്നില്ല, ഒന്നും സംസാരിക്കുന്നില്ല എങ്കിൽ ആ നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് മാറിക്കൊണ്ട് അവർ നമസ്കരിക്കേണ്ടതുണ്ട് എന്നാണ് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തതായി നമസ്കരിക്കുന്ന ആളുകൾ അവരുടെ സുത്രയുമായി ബന്ധപ്പെട്ട കാര്യമാണ് മറ. സുത്രത്തുൽ മുസല്ലി, നമസ്കരിക്കുന്ന ആൾക്ക് മറയുണ്ടായിരിക്കണം. മറയെക്കുറിച്ച് നിസ്കരിക്കുന്ന ആളുടെ മുൻപിൽ മറയുണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ ഇമാമിനെ സംബന്ധിച്ചും അതുപോലെ മുൻഫരിദ് ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന ആളുകൾ അവരെ സംബന്ധിച്ച് മറ എന്താണ്? നിർബന്ധമാണ്. അതാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ മഅ്മൂമിന് ഓരോ മഅ്മൂമിനും പ്രത്യേകം മറ വേണ്ടതില്ല. ഇമാമിന്റെ സുത്ര തന്നെ മഅ്മൂമുകൾക്ക് മതിയായതാണ്. അതുകൊണ്ട് മഅ്മൂമിന്റെ മുൻപിലൂടെ നടന്നു പോകുന്നതിന് എന്തില്ല? വിലക്കില്ല. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. അപ്പോൾ സുത്രയുമായി ബന്ധപ്പെട്ട ചില പിഴവുകൾ, ചില പോരായ്മകൾ. ഒന്നാമത്തേത് അസ്സലാത്തു ഇലാ ഗൈരി സുത്രത്തിൻ, സുത്രയിലേക്കല്ലാതെ നമസ്കരിക്കുക, സുത്രയില്ലാതെ നമസ്കരിക്കുക, മറയില്ലാതെ നമസ്കരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താണ്? ഇദാ സല്ലാ അഹദുക്കും, നിങ്ങളിൽ ആരെങ്കിലും നമസ്കരിക്കുകയാണെങ്കിൽ ഫൽയുസല്ലി ഇലാ സുത്ര, അവൻ മറയിലേക്ക് സുത്രയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമസ്കരിച്ചു കൊള്ളട്ടെ. മറ്റൊരു ഹദീസിൽ കാണാം ലാ തുസല്ലി ഇല്ലാ ഇലാ സുത്രത്തിൻ, സുത്രയിലേക്കല്ലാതെ നീ നമസ്കരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ ഹദീസുകളെല്ലാം അറിയിക്കുന്നത് എന്താണ്? ഇമാം ഷൗക്കാനി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, ഈ ഹദീസുകൾ നമ്മൾ എന്താണ് അറിയിക്കുന്നത്? അന്ന ഇത്തിഹാദ സുത്രതി വാജിബുൻ, അതെന്താണ്? നിർബന്ധമാണ്. കാരണം റസൂൽ കൽപ്പിക്കുകയാണ്, നിങ്ങൾ നമസ്കരിക്കുമ്പോൾ സുത്ര സ്വീകരിക്കണമെന്ന റസൂലിന്റെ കൽപ്പനയാണ്. ആ കൽപ്പന അത് വാജിബിനെയാണ് അറിയിക്കുന്നത്. അത് വാജിബല്ല എന്നറിയിക്കുന്ന മറ്റ് തെളിവുകൾ കാണാത്ത കാലത്തോളം അത് വാജിബ് തന്നെയാണ്. അതുകൊണ്ട് സുത്ര സ്വീകരിക്കുക, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രണ്ടാമതായി പണ്ഡിതന്മാർ പറയുന്നു അദ്ദുനുവു മിന സുത്ര, സുത്രയോട് അടുത്ത് നിൽക്കുക. എങ്ങനെ? സുത്രയും നമ്മുടെ തലയും ഒരുമിച്ച് നിൽക്കുക, അതെന്താണ്? തെറ്റാണ്. മറിച്ച് നമസ്കരിക്കുന്ന ആൾ അത് സുജൂദ് ചെയ്യുമ്പോൾ അവന്റെ തലയും സുത്രക്കുമിടയിൽ എന്ത് വേണം? ഒരു ചെറിയ ആട്ടിൻകുട്ടിക്ക് നടന്നു പോകാനുള്ള വിടവുണ്ടായിരിക്കണം എന്ന ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു വ്യക്തി നമസ്കരിക്കുകയാണ്, അവന്റെ സുത്രയും അവൻ സുജൂദ് ചെയ്യുന്ന ഭാഗവും എത്ര ഗ്യാപ്പ് ഉണ്ടായിരിക്കണം? ഒരു ആടിൻ കുട്ടിക്ക് നടന്നു പോകാനുള്ള ചെറിയ വിടവുണ്ടായിരിക്കണം. അപ്പോൾ സുത്രയുമായി ഒട്ടി നിൽക്കാൻ പാടില്ല. അതുപോലെ സുത്രയിൽ നിന്ന് ധാരാളം അകന്നു നിൽക്കാനും പാടില്ല. ഒരാൾ 2 സഫ് അപ്പുറമാണ് അയാളുടെ സുത്ര, അയാൾ ഇവിടെ നിന്ന് നമസ്കരിക്കാൻ പാടില്ല. മറിച്ച് സുത്രയിലേക്ക് എന്താക്കണം? അടുത്ത് നിൽക്കണം. അടുത്ത് നിൽക്കണം എന്ന് പറയുമ്പോൾ ഈ പറയപ്പെട്ട അകലം പാലിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി പറയുകയാണ് ഇദാ സല്ല അഹദുക്കും ഫൽയുസല്ലി ഇലാ സുത്ര, നിങ്ങളിൽ ആരെങ്കിലും നമസ്കരിക്കുകയാണെങ്കിൽ അവൻ സുത്രയിലേക്ക്, മറയിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചു കൊള്ളട്ടെ, സുത്രയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കട്ടെ. വൽയദ്നു മിൻഹ, അവൻ അതിനോട് അടുത്ത് കൊള്ളട്ടെ. എന്നിട്ട് പറയുകയാണ് വലാ യദഅ അഹദൻ യമറു ബൈന യദൈ, ആ സുത്രക്കും അവനുമിടയിൽ ഒരാളെയും അവൻ എന്താക്കരുത്? അതിലൂടെ നടന്നു പോകാൻ സമ്മതിക്കരുത് എന്ന് പറയുന്നു. ഫഇൻ ജാഅ അഹദുൻ, ആരെങ്കിലും അതിലൂടെ നടന്നു പോവുകയാണെങ്കിൽ അഹദുൻ യമറു ഫൽയുഖാതിൽഹു, നിങ്ങൾ എന്താക്കണം? അവനോട് പോരാടണം, അവനെ തടുക്കേണ്ടതുണ്ട്. തടുക്കാൻ കഴിയുന്നവർ അവനെ തടുക്കേണ്ടതുണ്ട്. ഫഇന്നഹു ശൈത്താൻ, അവന്റെ കൂടെ എന്തുണ്ട്? പിശാചുണ്ട്. കാരണം നമസ്കാരത്തെ ഫസാദാക്കുന്നത് ആരുടെ സ്വഭാവമാണ്? പിശാചിന്റെ സ്വഭാവമാണ്. അതുകൊണ്ടാണ്, പിശാചിന്റെ പ്രവർത്തനമായതുകൊണ്ടാണ് അത്തരത്തിൽ ചെയ്യുന്ന ആളുകളെ അതിലേക്ക് ചേർത്ത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമസ്കാരത്തിന് മുൻപിലൂടെ ഒരാൾ കടന്നു പോകുമ്പോൾ അത് തടുക്കുക എന്നുള്ളതും നമ്മെ സംബന്ധിച്ച് അനിവാര്യമായ കാര്യമാണ്. എന്നാൽ നാം മുമ്പ് പറഞ്ഞു മഅ്മൂമീങ്ങളുടെ ഇടയിലൂടെ നടന്നു പോകുന്നതിന് എന്തില്ല? വിലക്കില്ല. എന്നാൽ ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോൾ അതല്ലെങ്കിൽ ഇമാമിന്റെ മുൻപിലൂടെ ഒന്നും ഒരാൾക്ക് എന്താക്കാൻ പാടില്ല? അദ്ദേഹത്തിന്റെ മുൻപിലൂടെ നടന്നു പോകാൻ പാടില്ല. ഇപ്പൊ ജമാഅത്തായി നമസ്കരിക്കുകയാണ്, ഒന്നാമത്തെ സഫിലുള്ള ആൾ, അദ്ദേഹത്തിന്റെ ഒദു നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. ഒദു നഷ്ടപ്പെട്ടാൽ അയാൾ എന്താക്കണം? നമസ്കാരത്തിൽ നിന്ന് കൈയഴിച്ച് ഒദു എടുക്കാൻ പോകണം. എങ്ങനെയാണ് പോവുക? നമസ്കരിക്കുന്ന ആളുകളുടെ മുൻപിലൂടെയാണ് പോകേണ്ടത്. അതിനെന്തില്ല? വിലക്കില്ല. ഇനി അതല്ലെങ്കിൽ അയാൾക്ക് നിസ്കാരത്തിൽ എന്തെങ്കിലും ക്ഷീണമോ മറ്റ് അത്യാവശ്യമായി പുറത്തു പോകേണ്ട വല്ലതും വരികയാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? നമസ്കരിക്കുന്ന ആളുകളുടെ മഅ്മൂമീങ്ങളുടെ മുൻപിലൂടെ നടന്നു പോകുന്നതിന് വിലക്കില്ല, കുഴപ്പമില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമസ്കരിക്കുന്ന ആളുകളുടെ മുൻപിലൂടെ നടക്കുക എന്നുള്ളത് അത് വലിയൊരു തെറ്റ് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലൗ യഅലമുൽ മാറു ബൈന യദയിൽ മുസല്ലി മാദാ അലൈഹി, നമസ്കരിക്കുന്ന ആളുകളുടെ മുൻപിലൂടെ നടക്കുന്നവൻ അവന് ലഭിക്കാനിരിക്കുന്ന ശിക്ഷയെക്കുറിച്ച് അവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ലകാന അൻ യഖിഫ 40 ഖൈറൻ ലഹു മിൻ അൻ യമറ ബൈന യദൈ,
40 നൃത്തം നിൽക്കുന്നതാണ് അവന് അതിനേക്കാൾ ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. എന്നിട്ട് ഈ ഹദീസ് ഉദ്ധരിച്ച റാവി പറയുകയാണ് 40 ദിവസമാണോ 40 മാസമാണോ 40 വർഷമാണോ എന്ന് അദ്ദേഹത്തിന് അറിയില്ല. അപ്പൊ 40 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 40 ദിവസം 40 മാസം 40 വർഷം എന്നൊക്കെ പറഞ്ഞാൽ എത്രയാണ്? അത്രയും നിൽക്കുന്നത്, അതാണ് അതിനേക്കാൾ അവന് ഖൈറായിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞതായി കാണാം. ഇനി സുത്രയുമായി ബന്ധപ്പെട്ട് സുത്രയുടെ നീളം എത്രയായിരിക്കണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇദാ വദഅ അഹദുകും ബൈന യദൈഹി മിസ്ല മുഖിറത്തി റഹിൽ ഫൽയുസല്ലി. റസൂലുള്ളാഹി പറയുകയാണ്, നിങ്ങളിൽ ഒരാൾ നമസ്കരിക്കുമ്പോൾ അവന്റെ മുൻപിൽ മുഖിറത്തുർ റഹിൽ എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിന്റെ പുറത്ത് യാത്രക്കാർ ചാരിയിരിക്കാൻ ഉപയോഗിക്കുന്ന ആ മരക്കഷ്ണം, ആ വടി, അതിനാണെന്ന് പറയുക മുഖിറത്തുർ റഹിൽ എന്ന് പറയുക. പണ്ഡിതന്മാർ അതിന്റെ നീളം പറഞ്ഞതായി കാണാം. ഒരു കൈത്തണ്ടയുടെ അത്ര വലിപ്പമുണ്ടാകും. അതിന്റെ സെന്റിമീറ്റർ കണക്ക് പറയുകയാണെങ്കിൽ 46 സെന്റിമീറ്ററോളം വരും. അങ്ങനെയുള്ള ഒരു വസ്തുവായിരിക്കണം എന്താകേണ്ടത്? മറയായി സ്വീകരിക്കേണ്ടത്. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, വലാ യുബാലി മൻ മറ വറാഅ ദാലിക്. ആ മറയുടെ പിറകിൽ അപ്പുറത്തുകൂടെ നടന്നു പോകുന്നവരെ കുറിച്ച് പിന്നെ എന്താകേണ്ടതില്ല, അതിനെക്കുറിച്ച് നീ ആകുലപ്പെടേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്. അതുകൊണ്ട് ഈ 46 സെന്റിമീറ്റർ എന്ന് പറയുന്നത് നീളമാണ്, വീതിയല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് കുന്തം എന്താക്കിയിട്ടുണ്ട്? മറയായി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് മനസ്സിലായി? നീളമാണ് ഉദ്ദേശിക്കുന്നത്, മറിച്ച് വീതിയല്ല എന്ന് ഇതിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിന് സുത്ര സ്വീകരിക്കുവാൻ സലഫുകൾ അവരങ്ങേയറ്റം പരിശ്രമിച്ചിരുന്നു. നാം മുമ്പ് പറഞ്ഞ ഹദീസ്, സഹാബത്ത് മഗ്രിബ് ബാങ്ക് കൊടുത്താൽ എന്ത് ചെയ്യും? പള്ളികളുടെ തൂണുകൾ അന്വേഷിച്ച് അവരതിലേക്ക് ധൃതിപ്പെടും, തൂണിന്റെ പിറകിൽ വെച്ച് നമസ്കരിക്കാൻ വേണ്ടി. ആ തൂണിലേക്ക് തിരിഞ്ഞുകൊണ്ട് സുത്രയായി അത് സ്വീകരിക്കുന്നതിന് വേണ്ടി അവർ മത്സരിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ മഹാനായ ഖുർറത്ത് ബിൻ ഇയാസ് റഹിമഹുള്ള അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു എന്നെ കണ്ടു, ഞാൻ മറയിലേക്കല്ലാതെ നമസ്കരിക്കുകയാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു എന്റെ പിരടിക്ക് പിടിച്ച് ഒരു മറയുടെ അടുക്കലേക്ക്, അതിന്റെ അരികിലേക്ക് എന്നെ കൊണ്ടാക്കി. എന്നിട്ട് പറഞ്ഞു, സല്ലി ഇലൈഹ, നീ അതിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചു കൊള്ളുക എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. അതേപോലെ മഹാനായ ഇബ്നു ഉമർ അദ്ദേഹം ലാ യുസല്ലി ഇല്ലാ ഇലാ സുത്ര, അദ്ദേഹം സുത്രയിലേക്കല്ലാതെ അദ്ദേഹം നമസ്കരിക്കാറില്ലായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ സലബത്ത് ബിൻ അൽ അക്വഅ റളിയല്ലാഹു അൻഹു അദ്ദേഹം നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ സുത്ര മറ സ്വീകരിക്കുന്നതിന് വേണ്ടി കല്ലുകൾ അട്ടിയായി വെച്ച് അതൊരു മറയാക്കും. എന്നിട്ട് അദ്ദേഹം നമസ്കരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ മറ സ്വീകരിക്കുന്ന വിഷയത്തിൽ അവർ അങ്ങേയറ്റം താല്പര്യപ്പെട്ടിരുന്നു. റസൂലിന്റെ കൽപ്പനയായിരുന്നു അത്. അവർ അതേപോലെ അത് നടപ്പിലാക്കിയതായി നമുക്ക് കാണാം. ഇനി പണ്ഡിതന്മാർ ഇതിന്റെ കൂടെ സൂചിപ്പിച്ച മറ്റൊരു കാര്യമാണ് വര എന്താക്കുക, മറയായി സ്വീകരിക്കുക. അത് പാടില്ല. കാരണം നിങ്ങൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഒരു വര വരച്ചുകൊണ്ട് മറ സ്വീകരിക്കുക എന്ന് പറയുന്ന ഹദീസുകൾ എന്താണ്? മുഴുവൻ ദഈഫാണ്. സുഫിയാൻ ഇബ്നു ഉയൈന, ഇമാം ഷാഫിഈ, ഇമാം ബഗവി, ദാറഖുത്നി, ഇങ്ങനെ മഹാന്മാരായ പണ്ഡിതന്മാർ, മുഹദ്ദിസുകൾ, അവരൊക്കെ ആ ഹദീസ് ദഈഫാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു വര വരച്ചുകൊള്ളുക എന്നുള്ള ഹദീസ് എന്തല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഇതാണ് നമസ്കരിക്കുന്ന ആൾ അവരുടെ മറയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അടുത്തതായി സഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമസ്കരിക്കുന്ന ആളുകൾ, ജമാഅത്തിന് വരുന്നവർ സഫിൽ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്നാമതായി പണ്ഡിതന്മാർ പറയുകയാണ്, അദമു ഇത്മാമി സുഫൂഫ് വതർകുൽ ഫുർജതി ഫീഹാ. സഫുകൾ പൂർത്തീകരിക്കാതിരിക്കുക. ഒന്നാമത്തെ സഫിൽ അവിടെ നിസ്കരിക്കാൻ സ്ഥലമുണ്ടാകും, ബാക്കിയുണ്ടാകും. പക്ഷെ അത് പൂർത്തീകരിക്കാതെ അടുത്ത സഫ് നിൽക്കുക. അതുപോലെ സഫുകൾ നിൽക്കുമ്പോൾ അതിനിടയിൽ വിടവുകൾ ഉണ്ടാവുക. ഇത് നമസ്കരിക്കുന്ന ആളുകളിൽ കണ്ടുവരുന്ന വ്യാപകമായ ഒരു പിഴവായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, അലാ തസുഫൂന കമാ തസുഫുൽ മലായികതു ഇൻദ റബ്ബിഹാ. മലക്കുകൾ അവരുടെ റബ്ബിന്റെ അടുക്കൽ അണിയായി നിൽക്കുന്നത് പോലെ, അവർ സഫായി നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് അണിനിരക്കാൻ പറ്റില്ലേ? നിങ്ങൾക്ക് അങ്ങനെ അണിനിരന്നുകൂടെ? സഹാബത്ത് റസൂലിനോട് ചോദിക്കുകയാണ്, വകൈഫ തസുഫുൽ മലായികതു ഇൻദ റബ്ബിഹാ. മലക്കുകൾ എങ്ങനെയാണ് റബ്ബിന്റെ അടുക്കൽ അവരെങ്ങനെയാണ് സഫ അണിയായി നിൽക്കാറുള്ളത്?
റസൂലുള്ളാഹി പറയുകയാണ് യുതിമ്മൂന സുഫൂഫൽ ഉവൽ, അവർ എന്തായിരിക്കും ഒന്നാമത്തെ അണികൾ ആദ്യത്തെ അണികൾ അവർ പൂർത്തിയാക്കും, എന്നിട്ടാണ് അടുത്തത്. അങ്ങനെ ഓരോന്ന് പൂർത്തിയായിട്ടാണ് അവർ സഫുകൾ നിൽക്കാറുള്ളത് മലക്കുകൾ. പിന്നെയോ വയതറാസൂന ഫിസ്സഫി, അവർ എന്തായിരിക്കും സഫിൽ പരസ്പരം ചേർന്ന് നിൽക്കും. അതിനെന്തില്ല, വിടവുകളില്ലാതെ അവർ നിൽക്കുമായിരുന്നു. ഈ കാര്യം നമ്മൾ എന്താക്കണം, നിസ്കരിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് അഖീമുസ് സഫ ഫിസ്സലാഹ്, നിങ്ങൾ നമസ്കാരത്തിൽ സഫുകൾ അണികൾ നേരെയാക്കുക. ഫഇന്ന ഇഖാമത്തസ് സഫി മിൻ ഹുസ്നിസ് സ്വലാഹ്, കാരണം സഫ് അത് നേരെയാക്കുക ശരിപ്പെടുത്തുക എന്നത് അത് നമസ്കാരം നേരെയാക്കുന്നതിന്റെ ആ നമസ്കാരത്തിന്റെ പൂർണ്ണതയിൽ അതിന്റെ മേന്മയിൽപ്പെട്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. മറ്റൊരു ഹദീസിൽ കാണാം ലതുസവ്വുന്ന സുഫൂഫക്കും, തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ സഫുകൾ അത് നേരെയാക്കണം, ശരിപ്പെടുത്തുക തന്നെ വേണം. അല്ലെങ്കിലോ ഔ ലയുഖാലിഫന്നല്ലാഹു ബൈന വുജൂഹിക്കും, അതല്ലെങ്കിൽ അള്ളാഹു നിങ്ങളുടെ മുഖങ്ങൾക്കിടയിൽ അഥവാ നിങ്ങൾക്കിടയിൽ അള്ളാഹുവിന്റെ നിങ്ങൾ പരസ്പരം അകറ്റിക്കളയും. മറ്റു റിവായത്തിൽ കാണാം ബൈന ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിൽ അള്ളാഹു അകറ്റുന്നതാണ്. കാരണം പണ്ഡിതന്മാർ പറയുകയാണ് നമ്മൾ ബാഹ്യമായി നമ്മൾ പരസ്പരം ഐക്യപ്പെട്ടില്ലെങ്കിൽ അതിന്റെ ഫലം എവിടെയും കാണും. ആന്തരികമായി നമ്മൾ അകലാനുള്ള ഒരു കാരണമാണ് അത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് പറഞ്ഞതായി കാണാം. മറ്റൊരു ഹദീസിൽ കാണാം അഖീമുസ് സുഫൂഫ്, നിങ്ങൾ എന്ത് ചെയ്യുക, സഫുകൾ അണികൾ നേരെയാക്കുക. വഹാദു ബൈനൽ മനാകിബ്, തോളുകൾ തോളോട് ചേർന്ന് നിൽക്കുക. എന്നിട്ടോ വസുദ്ദുൽ ഖലൽ, വിടവുകൾ നികത്തുക. അതേപോലെയോ എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു വലാ തദറു ഫുറുജാതിൻ ലിശൈത്താൻ, നിങ്ങൾ സഫുകൾക്കിടയിൽ എന്താക്കരുത്, ശൈത്താനിന് നിങ്ങൾ അവസരം കൊടുക്കരുത്, വടവ് കൊടുക്കരുത്. കാലുകൾ ചേർന്ന് നിൽക്കണം, അതല്ലെങ്കിൽ അവിടെ പിശാച് വന്നു കയറും. ശൈത്താന് നിൽക്കാനുള്ള അവസരമാണ് അതിലൂടെ നിങ്ങൾ നൽകുന്നത്. ഈ ഹദീസ് വിശദീകരിക്കവേ മഹാനായ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, നമ്മൾ നമുക്ക് നമസ്കരിക്കുന്നതിനിടയിൽ ഒരു കുടിക്കാത്ത വൃത്തിയില്ലാത്ത ഒരാൾ നമുക്കിടയിൽ കയറി നിൽക്കുന്നത് നമുക്ക് അങ്ങേയറ്റം വെറുപ്പാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ആ വ്യക്തിയേക്കാൾ ഏറ്റവും മോശപ്പെട്ട പിശാച് നിന്റെ ഇടയിൽ കയറി നിൽക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് പിന്നെയും നമ്മൾ ആ സഫുകൾ ശരിപ്പെടുത്താതിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് ശൈത്താനിന് നമ്മൾ എന്താക്കരുത്, ഇട കൊടുക്കരുത്, നമ്മൾ കാലുകൾ ചേർന്ന് സഫുകൾ ശരിപ്പെടുത്തണം. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു വമൻ വസല സഫൻ വസലഹുല്ലാഹ്, സഫുകൾ ചേർക്കുന്നവനെ അവൻ അള്ളാഹു ചേർക്കുന്നതാണ്. വമൻ ഖതഅ സഫൻ ഖതഅഹുല്ലാഹ്, സഫുകളെ മുറിക്കുന്നവനെ അതിൻ്റെ ഇടയിൽ വിടവുകൾ ഉണ്ടാക്കി അതിനെ മുറിക്കുന്നവനെ അവനുമായി അള്ളാഹു എന്താക്കുന്നതാണ്, ബന്ധം മുറിക്കുന്നതാണ്. അത്രയും താക്കീത് നൽകിയതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് സഫുകൾ വളവില്ലാതെ നേരെ എല്ലാവരും ഒരേപോലെ അണിനിരക്കുക, കാലുകൾ ചേർന്ന് നിൽക്കുക. പിശാചിന് അതിന്റെ ഇടയിൽ കയറാനുള്ള സ്ഥലങ്ങൾ നാം അവശേഷിപ്പിക്കാൻ പാടില്ല. ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ അവിടുന്ന് പഠിപ്പിച്ച കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായി മനസ്സിലാക്കാനുള്ളത് ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ ഇമാമിനെ പിന്തുടരേണ്ട രൂപമാണ്. ഇമാമിനെ പിന്തുടരുന്നതുമായി ബന്ധപ്പെട്ട് നമസ്കരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ് അൽ മഅ്മൂമു മഅ ഇമാമിഹി ലഹു അഹ്വാലുൻ അർബഅ, ഒരു മഅ്മൂമിന് തന്റെ ഇമാമുമായി അവന് 4 അവസ്ഥകളാണുള്ളത്, 4 സന്ദർഭങ്ങളാണുള്ളത്, 4 അവസ്ഥകളാണുള്ളത്. ഒന്നാമത്തേത് എന്താണ്, അസ്സബ്ഖു, ഇമാമിനെ മുൻകടക്കുക എന്നുള്ളതാണ്. ഇമാമിനെ മുൻകടന്ന് പ്രവർത്തിക്കുക. ഇമാം സുജൂദ് ചെയ്യുന്നതിന് മുൻപ് സുജൂദ് ചെയ്യുക, ഇമാം റുക്കൂഅ് ചെയ്യുന്നതിന് മുൻപ് റുക്കൂഅ് ചെയ്യുക. അങ്ങനെ ഇമാമിന്റെ പ്രവർത്തനങ്ങളെ മുൻകടക്കുന്ന ആളുകൾ, ഇതെന്താണ്, ഇത് ഹറാമാണ്. ഇതൊരാൾ മനഃപൂർവ്വം ചെയ്താൽ അവന്റെ നമസ്കാരം ബാത്തിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്, ലാ തർകഉ ഹത്താ യർകഅ, ഇമാം റുക്കൂഅ് ചെയ്യുന്നത് വരെ നിങ്ങൾ റുക്കൂഅ് ചെയ്യാൻ പാടില്ല. വലാ തസ്ജുദു ഹത്താ യസ്ജുദ, അദ്ദേഹം സുജൂദ് ചെയ്യുന്നത് വരെ നിങ്ങൾ എന്താക്കരുത്, സുജൂദ് ചെയ്യാൻ പാടില്ല എന്നവിടെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിലക്കുകയാണ്, ഹറാമാണ്. അതുകൊണ്ട് ഒരാൾ ഇപ്രകാരം ചെയ്താൽ അവന്റെ നമസ്കാരം മനഃപൂർവ്വം ചെയ്യുകയാണെങ്കിൽ അവന്റെ നമസ്കാരം ബാത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, അമാ യഖ്ശ അല്ലദീ യർഫഉ റഅസഹു ഖബ്ല അൽ-ഇമാമി അൻ യുഹവ്വില അല്ലാഹു റഅസഹു റഅസ ഹിമാരിൻ ഔ യജ്അല സൂറതഹു സൂറത ഹിമാരിൻ. റുക്കൂഉം സുജൂദുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി പറയുകയാണ്, ഇമാം റുക്കൂഇൽ നിന്ന് അല്ലെങ്കിൽ സുജൂദിൽ നിന്ന് ഉയരുന്നതിന് മുൻപായി
തല പൊന്തിക്കുന്ന ആളുകൾ അവരുടെ തല അള്ളാഹു കഴുതയുടെ തലയാക്കി മാറ്റും എന്നവർ ഭയപ്പെടുന്നില്ലേ? അതല്ലെങ്കിൽ അവരുടെ രൂപം അള്ളാഹു കഴുതയുടെ രൂപമാക്കി മാറ്റും എന്നവർ ഭയപ്പെടുന്നില്ലേ? ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്. ശക്തമായ താക്കീതാണ്. ഈ ഹദീസ് വിശദീകരിക്കവേ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, എന്തുകൊണ്ടാണ് ഈ ഹദീസിൽ കഴുതയെ പ്രത്യേകമായി പറഞ്ഞത്? മറ്റു മൃഗങ്ങളിൽ നിന്ന് കഴുതയെ പ്രത്യേകമായി പറയാനുള്ള കാരണം എന്താണ്? അദ്ദേഹം പറയുകയാണ്, കഴുത എന്നുള്ളത് മൃഗങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയില്ലാത്ത സാധനമാണ്. ബുദ്ധിയില്ലാത്ത അതിന്റെ ഗണത്തിലാണ് കഴുതയുടെ സ്ഥാനം. അതുകൊണ്ട് ഇമാമിനെ മുൻകടക്കുക എന്നുള്ളവർ അവർ ചെയ്യുന്നത് കഴുതയെപ്പോലെ ഒരു ബുദ്ധിശൂന്യമായ പ്രവർത്തനമാണ്. അവർ എത്ര തന്നെ മുന്നിട്ടാലും ഇമാം സലാം വീട്ടിയാലല്ലാതെ നമസ്കാരത്തിന് പിരിഞ്ഞു പോകാൻ പറ്റൂല. ഒരു റക്അത്ത് മുമ്പിലായാലും അവസാനം ആര് സലാം വീട്ടണം? ഇമാം സലാം വീട്ടിയാലല്ലാതെ അവർക്ക് പിരിഞ്ഞു പോകാൻ പറ്റില്ല. അതുകൊണ്ട് അവരുടെ പ്രവർത്തനം ഒരു കഴുതയെപ്പോലെ ബുദ്ധിശൂന്യമായ പ്രവർത്തനമായതുകൊണ്ടാണ് ആ കഴുതയിലേക്ക് ഇവിടെ സാദൃശ്യപ്പെടുത്തിയത് എന്ന് ഇതിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറഞ്ഞതായി കാണാം. ഇതാണ് ഒന്നാമത്തേത്, അസ്തബുക്ക്, ഇമാമിനെ മുൻകടക്കുക. രണ്ടാമത്തേത് എന്താണ്? അത്തഹല്ലുഫ്, ഇമാമിൽ നിന്നും ധാരാളമായി വൈകി ചെയ്യുക. ഒരു റുക്കിന് അത് വൈകുക. ഇമാം റുക്കുഇലേക്ക് പോയി, പക്ഷെ നമ്മൾ ഖിയാമിലാണ്, നിൽക്കുകയാണ്. അതിന് ഇമാം റുക്കുയിൽ നിന്ന് എഴുന്നേറ്റു, അപ്പോഴാണ് നമ്മൾ റുക്കുവിലേക്ക് പോകുന്നത്. അതെന്താണ്? ഇമാമിനെ വൈകിപ്പിക്കലാണ്. ഇമാമിൽ നിന്നും ഒരു റുക്കിന് അവനെന്തായി? പിറകിലായി. അങ്ങനെ ഇമാമിൽ നിന്നും ധാരാളമായി വൈകി ചെയ്യുക എന്നുള്ളത് അതും പാടില്ലാത്ത കാര്യമാണ്. ഈ വൈകൽ അത് രണ്ട് രൂപത്തിലുണ്ട്. പണ്ഡിതന്മാർ പറയുകയാണ്, ചിലപ്പോൾ ആ വൈകിയ വ്യക്തിക്ക് ചില ന്യായങ്ങൾ ഉണ്ടാകും. എന്നിട്ട് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം അതിനൊരു ഉദാഹരണം പറഞ്ഞതായി കാണാം. അപ്പോൾ നമ്മൾ നമസ്കരിക്കുകയാണ്, വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരമാണെന്ന് വിചാരിക്കുക. ചിലപ്പോൾ പള്ളിയുടെ മുകളിൽ ആളുകൾ ഉണ്ടാവും. അപ്പോൾ ഇമാം നിസ്കരിക്കാൻ, അങ്ങനെ ഇമാം റുക്കൂയിലേക്ക് പോയി, അപ്പോൾ കറണ്ട് പോയി എന്ന് വിചാരിക്കാം. അങ്ങനെ ഇമാം റുക്കൂ കഴിഞ്ഞു, സുജൂദ് കഴിഞ്ഞു, ഇമാം രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് വരികയാണ്. അപ്പോഴാണ് കറണ്ട് വരുന്നത്. അപ്പോൾ മുകളിലെ ആളുകൾ ആ സമയത്താണ് അത് കേൾക്കുന്നത്. അപ്പോൾ അവർ ഇമാമിന്റെയും അത്രയും പിറകിലായി. പക്ഷെ അവർ അവിടെ പിറകിലാകാൻ കാരണമുണ്ട്. അത് ഒരു അനുവദിക്കപ്പെട്ട കാരണമാണ്, ഇളവാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ നമസ്കാരം എന്താകുന്നില്ല? ബാത്തിലാകുന്നില്ല. അവരെന്ത് ചെയ്യണം? ആ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ആ ഇമാമിനെ പിന്തുടരണം. എന്നാൽ കാരണങ്ങളൊന്നുമില്ലാതെ മനഃപൂർവ്വം ഇങ്ങനെ വൈകിപ്പിക്കുക എന്നുള്ളത് എന്താണ്? അത് പാടില്ലാത്ത കാര്യമാണ്. അവന്റെ നമസ്കാരം ബാത്തിലാണ് എന്ന് പറഞ്ഞതായി കാണാം. ചില ആളുകൾ അവർ സുജൂദിൽ കിടക്കും. ഇമാം സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് ഇരുത്തവും കഴിഞ്ഞ് രണ്ടാമത്തെ സുജൂദിലേക്ക് എത്തും. അപ്പോഴായിരിക്കും ചിലപ്പോൾ എന്താക്കുക? എഴുന്നേൽക്കുണ്ടാവുക. അങ്ങനെ പാടില്ല. നമ്മളെന്താക്കണം? ഇമാമിനെ പിന്തുടരുകയാണ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ രൂപമാണ് അൽ മുവാഫഖത്തു. അൽ മുവാഫഖത്ത് എന്ന് പറഞ്ഞാൽ ഇമാമിന്റെ കൂടെ ചെയ്യുക, ഒരുമിച്ച് ചെയ്യുക. ഇമാം റുക്കൂയിലേക്ക് പോകുമ്പോൾ ഒരുമിച്ച് ചെയ്യുക. ഇതെന്താണ്? ഇത് മക്രൂഹാണ്. നമസ്കാരം ബാത്തിലാകുന്നില്ല, പക്ഷെ അതിന്റെ പ്രതിഫലം കുറക്കുന്ന കാര്യമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താണ്? ഇമാം റുക്കൂ ചെയ്താൽ നിങ്ങൾ റുക്കൂ ചെയ്യുക. അതിന് തൊട്ട് പിറകിലായിട്ടാണ് ചെയ്യുന്നത്, ഒരുമിച്ച് ചെയ്യാനല്ല. ഹദീസുകളുടെ വാചകം അങ്ങനെയാണ്. അതുകൊണ്ട് ഒരുമിച്ച് ചെയ്യുക എന്നുള്ളതും അതും ശരിയായ രൂപമല്ല, സുന്നത്തിൽ പഠിപ്പിക്കപ്പെട്ട രൂപമല്ല. എന്നാൽ ഇതൊക്കെ പ്രവർത്തനങ്ങളിലാണ് അല്ലേ? എന്നാൽ വാക്കുകളുണ്ട്. അപ്പൊ ദിക്റുകൾ, ഇപ്പൊ നമ്മൾ തശഹുദിലിരിക്കുകയാണ്. തശഹുദിലിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ തശഹുദ് ചൊല്ലിക്കഴിഞ്ഞിട്ടുണ്ടാവും. ഇമാമ് എന്തായിട്ടുണ്ടാവില്ല, ചിലപ്പോൾ തശഹുദ് സാവകാശമാണ് വരുന്നുണ്ടാവുക. അപ്പൊ ഇമാമ് നമ്മൾ അവിടെ മുൻകടന്നു, അത് തെറ്റാണോ? അല്ല, അത് വാക്കിലുള്ള അക്വാലുകളിലാണ്, പ്രവർത്തനങ്ങളിലല്ല. അപ്പൊ ചിലപ്പോൾ നമ്മൾ ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷേ ഇമാമ് മെല്ലെ ഓതുന്ന നമസ്കാരങ്ങളിൽ നമ്മൾ ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇമാമ് ചിലപ്പം കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അവിടെ നമ്മൾ ഇമാമിനെ മുൻകടന്നു, അതെന്താണ്? നമസ്കാരം ബാത്തിലാക്കുവോ? ഇല്ല, മറിച്ച് പ്രവർത്തനങ്ങളിലുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇനി നാലാമത്തെ രൂപം അതാണെന്ത്? അൽ മുതാബഅതു, ഇമാമിനെ പിന്തുടരുക. അതാണ് ശരിയായ രൂപം. അപ്പൊ മൂന്ന് രൂപങ്ങൾ, ആദ്യത്തെ പറഞ്ഞ മൂന്ന് രൂപം എന്താണ്? അത് നാം ഒഴിവാക്കേണ്ടതാണ്. അവസാനം പറയുന്ന അൽ മുതാബഅ, ഇമാമിനെ പിന്തുടരുക. ഇമാം ഒരു പ്രവർത്തനം ചെയ്താൽ അധികം വൈകിപ്പിക്കാതെ തൊട്ടുടനെ അത് ചെയ്യുക. ഇദാ റകഅ ഫർകഉ എന്നാണ്. ഇമാം റുക്കൂ ചെയ്താൽ നിങ്ങൾ റുക്കൂ ചെയ്യുക, തൊട്ടുടനെ ചെയ്യുക. എന്താക്കരുത്? വൈകിപ്പിക്കാനോ മുൻകടക്കാനോ ഒരുമിച്ച് ചെയ്യാനോ പാടില്ല, മറിച്ച് തൊട്ടു പിറകിലായി അത് നിർവഹിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരു കാര്യം നാം അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. അടുത്തതായി റഫ്ഉൽ ബസരി ഇല സമാ, നമസ്കരിക്കുമ്പോൾ ആകാശത്തേക്ക് നോക്കുക, മുകളിലേക്ക് നോക്കുക. സമ എന്ന് പറഞ്ഞാൽ ആകാശം എന്ന് മാത്രമല്ല അർത്ഥം. മുകളിൽ എന്നത് പറയും, സമ എന്ന് പറയും. മുകളിലേക്ക് നോക്കുക.
അതെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയ കാര്യമാണ്. അവിടുന്ന് പറഞ്ഞു, മാ ബാലു അഖ്വാമിൻ യർഫഊന അബ്സാറഹും ഇല السماء ഫീ സ്വലാത്തിഹിം. നമസ്കാരത്തിൽ തങ്ങളുടെ ദൃഷ്ടികൾ ആകാശത്തേക്ക് ഉയർത്തുന്ന ആളുകൾ, അവർക്ക് എന്ത് പറ്റി? അവരുടെ കാര്യം എന്താണ്? എന്നിട്ട് ഫഷ്തദ്ദ ഖൗലുഹു ഫീ ദാലിക്, റസൂലുള്ളാഹി അവരുടെ കാര്യത്തിൽ അങ്ങേയറ്റം ഗൗരവത്തിൽ ശക്തമായി അവർ സംസാരിക്കുകയാണ്. റസൂൽ എന്തുവരെ പറഞ്ഞു? ലയൻതഹുന്ന അൻ ദാലിക്, ഒന്നുകിൽ എന്താക്കണം? അവർ ആ പ്രവർത്തനത്തിൽ നിന്ന് വിരമിക്കണം. അതല്ലെങ്കിൽ ഔ ലതുഖ്തഫന്ന അബ്സാറഹും, അല്ലെങ്കിൽ അവരുടെ കാഴ്ച അല്ലാഹു അത് റാജിയെടുക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതുകൊണ്ട് നമസ്കാരത്തിൽ മുകളിലേക്ക് നോക്കുക എന്നുള്ളത് അത് അങ്ങേയറ്റം വിലക്കപ്പെട്ട കാര്യമാണ്. കാരണം എന്താണ്? മുകളിലേക്ക് മുഴുവനായിട്ട് നോക്കുക എന്ന് പറയുന്നത് ഖിബിലയുടെ ഭാഗത്തിൽ നിന്ന് തെറ്റി, ആ ദിശ മാറിപ്പോയി. അതുകൊണ്ട് തന്നെ അതാണ് അതിന്റെ വിലക്കാനുള്ള കാരണം. അങ്ങനെ എന്താക്കരുത്? മുകളിലേക്ക് നോക്കാൻ പാടില്ല. അപ്പൊ നമസ്കരിക്കുന്ന വ്യക്തി അവൻ എവിടേക്കാണ് നോക്കേണ്ടത്? നമസ്കരിക്കുന്ന വ്യക്തി നോക്കേണ്ടത് എവിടേക്കാണ്? നിസ്കാരത്തിലുള്ള നോട്ടം അത് മൂന്നായി പണ്ഡിതന്മാർ തിരിക്കുകയാണ്. ഒന്നാമത്തേത് നമ്മുടെ ദീനിൽ പഠിപ്പിച്ച നോട്ടം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ പഠിപ്പിച്ച നോട്ടം അതെന്താണ്? നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കുക, സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കുക. അത്തഹിയാത്തിൽ എവിടേക്കാണ് നോക്കേണ്ടത്? ചൂണ്ടുവിരലിലേക്കാണ്. ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം സുജൂദിന്റെ സ്ഥലത്തേക്ക് നോക്കുക. റുക്കൂഇലാണെങ്കിലും ഇഅ്തിദാലിലാണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. ഇതാണ് ഹനഫി, ഷാഫിഈ, ഹംബലി മദ്ഹബിലൊക്കെ ഈ അഭിപ്രായമാണ്. എന്നാൽ രണ്ടാമത്തെ നോട്ടം ഏതാണ്? ദീൻ വിലക്കിയ നോട്ടം. അതാണ് നാം ഇപ്പോൾ പറഞ്ഞത്, മുകളിലേക്ക് നോക്കുക. അതെന്താണ്? അത് പാടില്ലാത്ത കാര്യമാണ്. എന്നാൽ അനുവദിക്കപ്പെട്ട ഒരു നോട്ടമുണ്ട്. ഏതാണ്? നിസ്കരിക്കുന്ന വ്യക്തി അവന്റെ ഖിബിലയുടെ മുൻപിലേക്ക് നേരെ ദിശയിലേക്ക് നോക്കുക എന്നുള്ളത് എന്താണ്? അവന് ആവശ്യമുണ്ടെങ്കിൽ അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. വിലക്കപ്പെട്ട നോട്ടം അതാണ് മുകളിലേക്ക് നോക്കുക എന്നുള്ളത്. എന്നാൽ അനുവദിക്കപ്പെട്ട നോട്ടമുണ്ട്. ഏതാണ്? ഖിബിലയുടെ നേരെ നോക്കുക. അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. അത് ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. പക്ഷേ ഏറ്റവും നല്ലതേതാണ്? സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ശ്രദ്ധ അത് ഒരു കാര്യത്തിൽ കേന്ദ്രീകരിക്കാൻ, ഏകീകരിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അത് തന്നെയാണ്. കാരണം സഹാബത്ത് റസൂലിന്റെ ഖിറാഅത്ത് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? റസൂലിന്റെ താടി രോമങ്ങൾ ഇളകുന്നത് കണ്ടിട്ടാണ് അവർ ളുഹറിലും അസ്റിലും ഒക്കെ റസൂലിന്റെ ഖിറാഅത്ത് എത്ര ദൈർഘ്യമുണ്ട് എന്ന് അവർ മനസ്സിലാക്കിയത്. അപ്പോൾ റസൂലിനെ കാണണമെങ്കിൽ അവരെങ്ങോട്ട് നോക്കും? മുൻപിലേക്ക് നോക്കിയതായിരിക്കണം. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ നമസ്കരിക്കുന്ന ആളുകൾ അവർ മുൻപിലേക്ക് നോക്കാം എന്നതിനെ അറിയിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നതായി കാണാം. അപ്പൊ എന്താണ്? അത് അനുവദിക്കപ്പെട്ട നോട്ടമാണ് എന്ന് നമ്മൾ എന്താക്കുക? അതിന്റെ കൂടെ ചേർത്ത് മനസ്സിലാക്കുക. ഇനി നമസ്കാരത്തിന് മുൻപുള്ള നിയ്യത്ത് പറയുക. അത്തലഫ്ഫുദു ബിന്നിയ്യ, നിയ്യത്ത് ചൊല്ലിപ്പറയുക. അത്തലഫ്ഫുദ് എന്ന് പറയുന്നാൽ ചൊല്ലിപ്പറയുക. അപ്പൊ നിയ്യത്ത് എന്നുള്ളത് മിൻ അഅമാലിൽ ഖുലൂബ് ലാ ബിൽ ലിസാൻ, അത് ഹൃദയത്തിന്റെ പ്രവർത്തനമാണ്, അത് നാവ് കൊണ്ട് പറയേണ്ടതില്ല. അത് ഇജ്മാഉള്ള കാര്യമാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നു, വന്നിയ്യതു മഹല്ലുഹൽ ഖൽബ് ബിത്തിഫാഖിൽ ഉലമാ, പണ്ഡിതന്മാർ ഏകാഭിപ്രായമാണ് നിയ്യത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനമാണ്, അതല്ലാതെ നാവ് കൊണ്ട് പറയേണ്ടതില്ല. ഒരാൾ ഒരു ഹൃദയം കൊണ്ടൊരു കാര്യം തീരുമാനിച്ചു, ഇനി അദ്ദേഹം നാവ് കൊണ്ട് അത് ചൊല്ലി പറഞ്ഞില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനം ശരിയായതാണ്, അത് മതിയാകുന്നതാണ് എന്ന വിഷയത്തിലും എന്തുണ്ട്? അവർക്കിടയിൽ ഇത്തിഫാഖുണ്ട്. അത് എല്ലാ ഇബാദത്തിലും അതുപോലെയാണ്. എല്ലാ ഇബാദത്തിലും നമ്മുടെ നിയ്യത്ത് എവിടെയാണ് വേണ്ടത്? അത് ഹൃദയത്തിലാണ്. ഇനി അദ്ദേഹം പറയുകയാണ്, അത്തലഫ്ഫുദു ബിന്നിയ്യതി ജഹ്റൻ മിനൽ ബിദഇൽ മുഹ്ദസ ബിഇജ്മാഇൽ ഉലമാ, നിയ്യത്ത് ഉറക്കെ പറയുക, ഒച്ചത്തിൽ പറയുക, മറ്റുള്ളവർ കേൾക്കെ ഒച്ചത്തിൽ പറയാന്നുള്ളത് എന്താണ്? അത് എല്ലാ പണ്ഡിതന്മാരും അതിലെന്താണ്? ഏകാഭിപ്രായക്കാരാണ്. മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, കാന സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ഖാമ ഇല സ്വലാത്തി, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കാൻ നിന്നാൽ അദ്ദേഹം പറയും, ഖാല അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറയും. വലം യഖുൽ ശൈഅൻ ഖബ്ലഹ, അതിനു മുൻപ് ഒന്നും അദ്ദേഹം പറയാറില്ല. വലാ തലഫ്ഫദ ബിന്നിയ്യത്തിൽ ബത്ത, നിയ്യത്ത് ചൊല്ലി പറഞ്ഞിട്ടില്ല, ഒരിക്കലും അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല. വലാ ഖാല, നബി പറഞ്ഞിട്ടില്ല, ഉസല്ലി ലില്ലാഹി സ്വലാത്ത കദാ മുസ്തഖ്ബിലൽ ഖിബ്ല അർബഅ റകഅത്തിൻ ഇമാമൻ ഔ മഅ്മൂമൻ, വലാ ഖാല അദാഅൻ വലാ ഖദാഅൻ വലാ ഫർളൽ വഖ്തി, ഇതൊന്നും പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന് വേണ്ടി 4 റക്അത്ത് നമസ്കരിക്കുന്നു, ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ട്, ഇമാമായിട്ടാണോ മഅ്മൂമായിട്ടാണോ, അതേപോലെ അദാ ആണോ ഖളാ ആണോ, ഇതൊന്നും റസൂലുള്ളാഹി ചൊല്ലി പറഞ്ഞിട്ടില്ല.
ഇതൊക്കെ എവിടെയാണ്? ഹൃദയത്തിലുള്ള കാര്യമാണ്. നിസ്കാരം തുടങ്ങുമ്പോൾ അല്ലാഹു അക്ബർ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. ഇത് അദ്ദേഹം പറയാണ്, വഹാദിഹി അശ്റു ബിദഅൻ ലം യുൻഖൽ അൻഹു അഹദുൻ ഖത്തു ബിഇസ്നാദിൻ സഹീഹിൻ വലാ ദഈഫിൻ. സഹീഹായതോ ദഈഫായതോ ഒരു രേഖയും ഈ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അതുകൊണ്ട് നിയ്യത്ത് ചൊല്ലി പറയാ, ഒച്ചത്തിൽ പറയാനുള്ളത് അത് ബിദ്അത്താണ്. എന്നാൽ ഇനി നിയ്യത്ത് മെല്ലെ പറയുക, അപ്പോൾ ഒച്ചത്തിൽ മറ്റുള്ളവർ കേൾക്കെ പറയുക എന്നുള്ളത് അത് ബിദ്അത്താണെന്നതിൽ എല്ലാവരും ഏകാഭിപ്രായമാണ്. എന്നാൽ ഒരു വ്യക്തി ആ വ്യക്തി കേൾക്കുന്ന രൂപത്തിൽ ഒച്ചത്തിൽ മെല്ലെ പറയുക എന്നുള്ളതോ അതും എന്താണ്? അതും പഠിപ്പിക്കപ്പെടാത്ത കാര്യമാണ് എന്നുള്ളത് തന്നെയാണ്. അതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. അപ്പോൾ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുകയാണ്, വഅമ്മ തലഫ്ഫുദു ബിഹാ സിർറതൻ ഫലാ യജിബു അയ്ളൻ. നിയ്യത്ത് മെല്ലെ പറയുക, നീ കേൾക്കുന്ന രൂപത്തിൽ അത് പതുക്കെ പറയുക എന്നുള്ളതും എന്തെല്ലാം അത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. അത് 4 മദ്ഹബിന്റെ ഇമാമിന്റെ അടുക്കലും അങ്ങനെ തന്നെയാണ് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. ഇവിടെ ചില ആളുകൾക്ക് സംശയമുണ്ടാകും. ഷെയ്ഖുൽ മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ അദ്ദേഹം പറയുകയാണ്, ഇപ്പൊ ചില ആളുകൾ ചോദിക്കും, നമ്മൾ ഹജ്ജിന് ഉംറക്കൊക്കെ പോകുമ്പോൾ ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ എന്ന് ഇഹ്റാം കെട്ടുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ എന്നൊക്കെ പറയാറുണ്ടല്ലോ, അത് നിയ്യത്ത് ഉറക്കെ ചൊല്ലി പറയലല്ലേ എന്ന് ചില ആളുകൾക്ക് സംശയമുണ്ടാകും. ഷെയ്ഖ് പറയുകയാണ്, അതെന്തല്ല, അത് നിയ്യത്തല്ല. നിയ്യത്ത് എന്ന് പറയുന്നത് അത് ഹൃദയത്തിലുള്ളതാണ്. അദ്ദേഹം പറയുകയാണ്, ഇന്ന തൽബിയത ഫി നുസുകി കതക്ബീറത്തുൽ ഇഹ്റാമി ഫി സ്വലാ. നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം പോലെയാണത്. ഇഹ്റാം കെട്ടിയാൽ നമ്മൾ ചെല്ലുന്ന ആ തൽബിയത്ത്, അല്ലാഹുമ്മ ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ അല്ലെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ എന്ന് പറയുന്നത്. അപ്പോൾ തൽബിയത്ത് ചൊല്ലിയില്ലെങ്കിൽ ഇഹ്റാം എന്താവുകയില്ല, അത് പൂർണ്ണമാവുകയില്ല. ഏതുപോലെ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടാത്തവനെന്തില്ല, നമസ്കാരം അത് ഇല്ലാത്തതുപോലെ എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. അപ്പൊ എന്താ ആ സംശയം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഹജ്ജിന് നിയ്യത്ത് ചൊല്ലി പറയുന്നുണ്ടല്ലോ എന്നുള്ള സംശയം കടന്നു വരരുത്. ഇനി ഈ നിയ്യത്ത് ചെല്ലുന്ന ആളുകൾ അവർക്ക് നമസ്കാരം ആരംഭിക്കുന്ന സമയത്ത് വസ്വാസാണ്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അവർ നമസ്കാരം ഇങ്ങനെ ആരംഭിക്കും, കൈ ഇങ്ങനെ പൊന്തിക്കും. എന്നിട്ട് എന്താക്കണം, അവരുടെ ഹൃദയത്തിലുള്ള ആ നിയ്യത്തും തക്ബീറും എല്ലാം ഒരുമിച്ച് വരണം. അങ്ങനെ എത്രയോ തവണ കൈ പൊന്തിക്കുകയും താഴ്ത്തുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെടുന്നു, തക്ബീറത്തുൽ ഇഹ്റാം ഇമാമിന്റെ കൂടെ നഷ്ടപ്പെടുന്നു. ഇങ്ങനെയുള്ള ധാരാളം മറ്റു കാര്യങ്ങൾ കൂടി ഇത്തരത്തിലുള്ള ആളുകളെ ബാധിക്കുന്നതായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് നമസ്കരിച്ചത്? മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യസ്തഫ്തിഹു സ്വലാത ബിത്തക്ബീർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം ആരംഭിച്ചിട്ടുള്ളത് തക്ബീർ കൊണ്ടാണ്. അതിന് മുൻപെന്തില്ല, നിയ്യത്ത് ചൊല്ലി പറഞ്ഞിട്ടില്ല. അത് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നുവെങ്കിൽ, അത് പറയൽ നിർബന്ധമായിരുന്നുവെങ്കിൽ റസൂൽ അത് പഠിപ്പിക്കുമായിരുന്നു. പക്ഷെ റസൂൽ നമസ്കാരം ആരംഭിച്ചിട്ടുള്ളത് തക്ബീർ കൊണ്ടാണ്. കാരണം നിയ്യത്ത് എന്ന് പറയുന്നത് അത് ഹൃദയത്തിന്റെ പ്രവർത്തനമാണ്. നാം ഒരു പ്രവർത്തനത്തിൽ മുന്നിട്ടാൽ ആ പ്രവർത്തനത്തെ കുറിച്ച് നാം അറിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ട്? നിയ്യത്ത് അവിടെയുണ്ട്. അതുപോലെ തന്നെ ഒരു വ്യക്തി റസൂല് പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരു വ്യക്തി അദ്ദേഹം അത് നമസ്കരിച്ചു. അങ്ങനെ റസൂൽ അദ്ദേഹത്തോട് പറയുകയാണ്, നീ ഒന്നുകൂടി മാറ്റി നമസ്കരിക്കുക, നീ നമസ്കരിച്ചിട്ടില്ല. അദ്ദേഹം വീണ്ടും നമസ്കരിച്ചു. റസൂൽ പറയുകയാണ്, ഇർജി ഫഇന്നക ലം തുസല്ലി, നീ നമസ്കരിച്ചിട്ടില്ല. കാരണം അദ്ദേഹം നമസ്കാരത്തിൽ പാലിക്കേണ്ട കാര്യങ്ങളൊന്നും ശരിയായി പാലിച്ചിട്ടില്ല. എന്നിട്ട് ആ വ്യക്തിക്ക് റസൂൽ നമസ്കാരം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഇദാ ഖുംത ഇല സ്വലാത്തി ഫഅസ്ബിഗിൽ വുദു, നീ നമസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ആദ്യം എന്താ ചെയ്യുക? നന്നായി വുദു ചെയ്യുക, അത് പൂർണ്ണ രൂപത്തിൽ ചെയ്യുക. സുമ്മ ഇസ്തഖ്ബിലിൽ ഖിബ്ല, പിന്നീട് നീ ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിൽക്കുക. ഫകബ്ബിർ, പിന്നെ എന്ത് ചെയ്യുക? നീ തക്ബീർ ചൊല്ലുക. ഇവിടെ എന്ത് പറഞ്ഞിട്ടില്ല? നിയ്യത്ത് ചൊല്ലി പറയണമെന്നോ നിയ്യത്ത് അത് നാവ് കൊണ്ട് ഉച്ചരിക്കണമെന്നോ ഒന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വ്യക്തിക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. കാരണം നമസ്കാരം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ നമസ്കാരം ശരിയാകണമെങ്കിൽ അവിടെ നിയ്യത്ത് ചൊല്ലി പറയണം എന്നുണ്ടായിരുന്നുവെങ്കിൽ റസൂലുള്ള ആ സന്ദർഭത്തിൽ അത് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു എന്ന് ഇതിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അവസാനമായി ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. അദമു തഹ്രീക്കിൽ ലിസാനി ഫി തക്ബീരി വഖിറാഅത്തിൽ ഖുർആനി വസാഇരിൽ അദ്കാരി ഫി സ്വലാഹ്. തക്ബീർ പറയുമ്പോൾ, ഖുർആൻ ഓതുമ്പോൾ, അതേപോലെ നിസ്കാരത്തിലെ മറ്റ് ദിക്റുകൾ പറയുമ്പോൾ നാവും ചുണ്ടും ചലിപ്പിക്കാതിരിക്കുക. അതെന്താണ്? ഒരു തെറ്റാണ്. കാരണം ദിക്ർ എന്ന് പറയുന്നത് അത് നാവ് കൊണ്ട് ചലിപ്പിച്ചു ചൊല്ലണം. ചില ആളുകൾ എങ്ങനെയാണ്? ഇങ്ങനെ നിൽക്കും, അവിടെ ഹൃദയത്തിൽ ഇങ്ങനെ പോകും. അതല്ല, അത് മതിയാവുകയില്ല എന്ന് പണ്ഡിതന്മാർ പ്രത്യേകമായി രേഖപ്പെടുത്തിയതായി കാണാം.
അപ്പോൾ നമസ്കരിക്കുന്ന ആളുകൾ, ഖുർആൻ ഓതുന്ന ആളുകൾ, ഖുർആൻ ഓതുമ്പോഴും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിന്റെ പക്കൽ നമുക്ക് പ്രതിഫലം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ നാവ് കൊണ്ടത് ചൊല്ലണം, ഉച്ചരിക്കണം. ചില ആളുകൾ ഖുർആൻ എടുത്ത് ഇങ്ങനെ നോക്കുന്നത് കാണാം, ഇങ്ങനെ നോക്കിപ്പോവും. അതെന്തല്ല, അതിന് ഖിറാഅത്ത് എന്ന് അറബി ഭാഷയിൽ പറയുകയില്ല. റസൂലുള്ള ആ വ്യക്തിയോട് പറഞ്ഞില്ലേ, നമസ്കാരം പഠിപ്പിച്ചു കൊടുക്കുന്ന വ്യക്തിക്ക് റസൂലുള്ള പറഞ്ഞു കൊടുക്കുകയാണ്, സുമ്മ ഖറ, പിന്നീട് നീ പാരായണം ചെയ്യണം, ബിമാ തയസ്സറ മഅക മിനൽ ഖുർആൻ, നിന്റെ അടുക്കൽ ഖുർആനിൽ നിന്ന് നീ പഠിച്ചിട്ടുള്ള ഭാഗം നീ ഓതേണ്ടതുണ്ട്, പാരായണം ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ റസൂലുള്ള പറഞ്ഞു, ലാ സ്വലാത ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹ പാരായണം ചെയ്യാത്തവൻ എന്തില്ല, നമസ്കാരം ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അത് നാവും ചുണ്ടും ചലിപ്പിച്ചുകൊണ്ട് തന്നെ ഓതേണ്ടതുണ്ട് എന്ന് പണ്ഡിതന്മാർ അവിടുന്ന് രേഖപ്പെടുത്തിയതായി കാണാം. മഹാനായ മുഹമ്മദ് ബിൻ റുഷ്ദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, അമ്മാ ഖിറാഅത്തുർ റജുലി ഫീ നഫ്സിഹി, ഒരു വ്യക്തി അവൻ എന്താക്കണം, അവന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഓതുകയാണ്, വലം യുഹർരിക് ബിഹാ ലിസാനഹ്, അവൻ എന്താക്കിയില്ല, അവന്റെ നാവ് ചലിപ്പിച്ചിട്ടില്ല എങ്കിൽ ലൈസ ബിഖിറാഅത്തിൻ അല സ്വഹീഹ്, അതെന്തല്ല, അതിന് ഖിറാഅത്ത് എന്ന് പറയുകയില്ല. അതാണ് ശരിയായ അഭിപ്രായം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ലിഅന്നൽ ഖിറാഅത ഇന്നമാ ഹിയ അൻനുത്ഖു ബിൽ ലിസാൻ, നാവ് കൊണ്ട് ഉച്ചരിക്കുക, പറയുക, അതാണ്, അതിനാണ് എന്ത് പറയുന്നത്, ഖിറാഅത്ത് എന്ന് പറയുക. അപ്പൊ നിസ്കാരത്തിലെ ദിക്റുകൾ അതേപോലെ സൂറത്ത് ഓതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നാവ് ചലിപ്പിച്ചുകൊണ്ട്, ചുണ്ടൊക്കെ ചലിപ്പിച്ചുകൊണ്ട് തന്നെ ഓതണം. അതിനാണ് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം രേഖപ്പെടുത്തപ്പെടുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ നാം മുമ്പ് പറഞ്ഞു, സഹാബത്ത് റസൂലിന്റെ ഖിറാഅത്ത് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? താടി ചലിക്കുന്നതാണ്. അപ്പൊ നബി എന്തായിരുന്നു? ചുണ്ട് ചലിപ്പിച്ചുകൊണ്ടാണ് ഓതിയത്. അവിടുന്ന് ചുണ്ടും നാവും ഒക്കെ ചലിപ്പിച്ചുകൊണ്ടാണ് ഓതിയിട്ടുള്ളത്. ഈ ഒരു കാര്യം നാം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ച കാര്യങ്ങൾ അത് അമലാക്കുവാനും സുന്നത്തിന് അനുസൃതമായി നമസ്കരിക്കുകയും അതിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ആളുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.